Start engine adjusting the speed of the engine fitted with mechanical governor checking. High speed operation of the engine. ഹലോ, എൻ്റെ പേര് ഷീന. ഈ എക്സസൈസിലുടനീളം ഞാൻ നിങ്ങളെ നയിക്കും. ഈ മോഡ്യൂളിൽ നമ്മൾ മെക്കാനിക്കൽ ഗവർണർ ചെക്കിംഗ് ഫിറ്റ് ചെയ്ത് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഹൈ സ്പീഡിൽ പ്രവർത്തിപ്പിക്കാൻ. ഈ വ്യായാമത്തിന്റെ അവസാനം നിങ്ങൾക്ക് സാധിക്കുന്നത് എൻജിന്റെ ഐഡിലും ഹൈ സ്പീഡ് ഓപ്പറേഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് ആവശ്യമായ എക്യുപ്മെന്റുകളും മെറ്റീരിയലുകളും ടൂളുകളും നോക്കാം. ആവശ്യമായ ടൂളുകൾ, എക്യുപ്മെന്റുകൾ. ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം. ആവശ്യമായ ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ. മെക്കാനിക്കൽ ഗവർണറുള്ള മൾട്ടി സിലിണ്ടർ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ഒരെണ്ണം. കേബിളുകളുള്ള 12 വോൾട്ട് ബാറ്ററി ഒരു സെറ്റ്. ആവശ്യമായ മെറ്റീരിയലുകൾ, ഘടകങ്ങൾ. ക്ലീനിംഗ് ട്രേ ഒരെണ്ണം. കോട്ടൺ ക്ലോത്ത്, സോപ്പ് ഓയിൽ, ഡീസൽ, ലൂബ്രിക്കേഷൻ ഓയിൽ ആവശ്യാനുസരണം. ഒരു ഓട്ടോമൊബൈൽ ഗവർണർ എന്നത് ഒരു മെക്കാനിക്കൽ മെക്കാനിസം അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ്. അത് ആവശ്യമായ അളവിൽ ഫ്യൂവൽ സപ്ലൈ ചെയ്യുകയും തടയുകയും ചെയ്തുകൊണ്ട് ഓട്ടോമൊബൈൽ എഞ്ചിൻ സ്പീഡ് നിർണ്ണയിക്കാനും നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്നു. ഓട്ടോമൊബൈലിന്റെ തുടക്കം മുതൽ ഗവർണറുകൾ ഓട്ടോമൊബൈലിന്റെ ഭാഗമാണ്. ഓട്ടോമൊബൈലുകളിലും ഗവർണറുകളിലും നിരവധി മാറ്റങ്ങളുണ്ട്. ഇത് വ്യത്യസ്ത തരം ഗവർണറുകളിലേക്ക് നയിക്കുന്നു. ഇവയെ പ്രധാനമായും അതിന്റെ നിർമ്മാണവും വർക്കിംഗ് പ്രിൻസിപ്പിളിനും അനുസരിച്ച് 3 തരങ്ങളായി തിരിച്ചിരിക്കുന്നു. മെക്കാനിക്കൽ ഗവർണർ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഗവർണറുകൾ, ഹൈഡ്രോളിക് ഗവർണർ, ന്യൂമാറ്റിക് ഗവർണർ. മെക്കാനിക്കൽ ഗവർണർ സെൻട്രിഫ്യൂഗൽ ഗവർണർ എന്നും വിളിക്കുന്നു. ഇതിൽ പ്രധാനമായും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സ്പീഡിലുള്ള വേരിയേഷനുകളും ഓട്ടോമൊബൈൽ ഗവർണറുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദികളാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന ആശയം നമുക്കറിയാം. അതായത് വസ്തു കറങ്ങുമ്പോഴെല്ലാം വികസിക്കുന്ന ഫോഴ്സ് അച്ചുതണ്ടിലൂടെ പുറത്തേക്ക് നീങ്ങും. വിപുലമായ ആപ്ലിക്കേഷനുകൾ കാരണം ഇത്തരത്തിലുള്ള ഗവർണർ കൂടുതലും ഉപയോഗിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിൻ പ്രവർത്തനത്തിൽ മാസ് ബാലൻസ് ആവശ്യമായി വരുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. നമുക്ക് പ്രൊസീജിയറിൽ നിന്നും തുടങ്ങാം. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെ വാഹനത്തെ ആശ്രയിച്ച് ഇഗ്നിഷൻ കീ തിരിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ടർ ബട്ടൺ അമർത്തുകയോ ചെയ്യുക. എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, പ്രത്യേകിച്ച് ഒരു മെക്കാനിക്കൽ ഗവർണർ ഉണ്ടെങ്കിൽ. ഹൈ സ്പീഡിൽ എഞ്ചിൻ എത്ര നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിക്കുന്നത് നല്ല പെർഫോമൻസിനും സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നതിനും പ്രധാനമാണ്. അടുത്തതായി ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിന്റെ FIP മൗണ്ടിംഗ് ബോൾട്ട് പരിശോധിച്ച് ആവശ്യമെങ്കിൽ അത് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം റേഡിയേറ്റർ നോക്കുക. അത് വളരെ കുറവാണെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുക. അതേസമയം സമ്പിലെ ഓയിൽ ലെവൽ പരിശോധിച്ച് അത് റെക്കമെൻഡ് ചെയ്യുന്ന ലെവലിന് താഴെയാണെങ്കിൽ കൂടുതൽ ചേർക്കുക. കൂടാതെ ടാങ്കിലെ ഫ്യൂവൽ ലെവൽ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഈ സ്റ്റെപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സുരക്ഷിതമാണെന്നും എഞ്ചിന് നന്നായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഫ്ലൂയിഡ് ഉണ്ടെന്നും ഉറപ്പാക്കുന്നു. അടുത്തതായി കേബിളുകൾ ഉപയോഗിച്ച് ബാറ്ററി സ്റ്റാർട്ടിംഗ് മോട്ടോറിലേക്ക് സുരക്ഷിതമായി കണക്ട് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. വാഹനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും ഉപയോഗത്തിന് തയ്യാറാണോ എന്നും പരിശോധിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘട്ടമാണിത്. ഇത് ചെയ്യുന്നതിന് ആവശ്യമായ വൈദ്യുത കണക്ഷൻ സ്ഥലത്തുണ്ടെന്ന് ഉറപ്പാക്കുകയും വാഹനം പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസിന്റെ സഹായത്തോടെ സിസ്റ്റം എയറിൽ നിന്ന് സ്വതന്ത്രമാകുന്നവരെ ഫ്യൂവൽ സിസ്റ്റം ബ്ലീഡ് ചെയ്യുക. ഫാൻ ബെൽറ്റ് ടെൻഷൻ പരിശോധിച്ച് ആവശ്യമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ടൈമിംഗ് മാർക്കുകൾ അലൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ F1 പമ്പ് ഷാഫ്റ്റും ഹൗസിംഗും നോക്കുക. ഇഗ്നീഷ്യൻ സ്വിച്ച് ഓണാക്കാൻ ഇഗ്നീഷ്യൻ കീ ഉപയോഗിക്കുക. തുടർന്ന് സ്റ്റാർട്ടർ ബട്ടൺ ഉപയോഗിച്ച് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ സ്റ്റെപ്പുകൾ ക്രമത്തിൽ ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെന്നും സുഗമമായ എഞ്ചിൻ സ്റ്റാർട്ടിനായി തയ്യാറാണെന്നും ഉറപ്പാക്കുന്നു. ശ്രദ്ധിക്കുക, സ്റ്റാർട്ട് ചെയ്യാൻ കൂടുതൽ സമയം സ്റ്റാർട്ടർ ബട്ടൺ പിടിക്കരുത്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഉടൻ തന്നെ സ്റ്റാർട്ടർ ബട്ടൺ വിടുക.
തുടർന്ന് ആക്സിലറേറ്റർ ലിവർ ഉപയോഗിച്ച് എഞ്ചിൻ സ്പീഡ് പതുക്കെ വർദ്ധിപ്പിക്കുക. ഇത് ചെയ്യുമ്പോൾ എഞ്ചിൻ സ്പീഡിൽ ശ്രദ്ധ ചെലുത്തുക. ഇത് ലീക്കോ വിചിത്രമായ ശബ്ദങ്ങളോ ഇല്ലാതെ സുഗമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ റൺ വരെ സുഗമമായി മാറാനും ആരോഗ്യകരമായി നിലനിർത്താനും മികച്ച പ്രകടനം നടത്താനും സഹായിക്കുന്നു. അടുത്തതായി ആക്സിലറേറ്റർ ലിവർ സാവധാനം വിടുക. പതുക്കെ എഞ്ചിൻ സ്പീഡ് കുറയ്ക്കുക. വ്യത്യസ്ത സ്പീഡിൽ എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് സിസ്റ്റമാറ്റിക്കായി പരിശോധിക്കാൻ ഈ ഗ്രാജുവൽ പ്രോസസ് നിങ്ങളെ അനുവദിക്കുന്നു. ബോധപൂർവമായ സമീപനം കുറഞ്ഞ സ്പീഡിലേക്ക് മാറുമ്പോൾ എഞ്ചിൻ സ്മൂത്ത് ആയും റെസ്പോൺസീവായും പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഇത് അതിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചുള്ള വാല്യുബിൾ ഇൻസൈറ്റുകൾ നൽകുന്നു. പരിശോധന തുടരുന്നു. എഞ്ചിൻ നോക്കി അത് ക്രമരഹിതമായി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് പരിശോധിക്കുക. എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലെ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ തിരിച്ചറിയാൻ ഈ സുപ്രധാന ഘട്ടം സഹായിക്കുന്നു. തുടർന്ന് ഒരു സ്പാനറും സ്ക്രൂ ഡ്രൈവറുകളും ഉപയോഗിച്ച് ഐഡിലിംഗ് സ്റ്റോപ്പ് സ്ക്രൂവിൽ ആവശ്യമായ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുക. മൂവ് ചെയ്യാത്തപ്പോൾ എഞ്ചിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്ന ഒരു നിർണായക ഭാഗമാണ് ഐഡിലിംഗ് സ്റ്റോപ്പ് സ്ക്രൂ. ഐഡിൽ സ്പീഡ് മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്നതോ വാഹനത്തിന്റെ മാനുവലിൽ ഉള്ളതോ ആയി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇത് ശ്രദ്ധാപൂർവം അഡ്ജസ്റ്റ് ചെയ്യുക. എഞ്ചിൻ മൂവ് ചെയ്യാത്തപ്പോൾ സ്ഥിരമായതും ശരിയായതുമായ സ്പീഡിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഈ സ്റ്റെപ്പ് പ്രധാനമാണ്. ഇത് മൊത്തത്തിൽ സ്മൂത്ത് ആയി പ്രവർത്തിക്കുന്നു. മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാനുവൽ അനുസരിച്ച് ഐഡിലിംഗ് സ്റ്റോപ്പ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എഞ്ചിൻ മൂവ് ചെയ്യാത്തപ്പോൾ ശരിയായ സ്പീഡിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. ഇത് വാഹനത്തിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നു. ഇത് കൂടുതൽ സുഗമമായി പ്രവർത്തിക്കുകയും പ്രധാനപ്പെട്ട എഞ്ചിൻ ഭാഗങ്ങളിൽ കുറവ് തേയ്മാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. റെഗുലർ മെയിൻ്റനൻസിന്റെ നിർണായക ഭാഗമാണ് ഐഡിലിംഗ് സ്റ്റോപ്പ് സ്ക്രൂ അഡ്ജസ്റ്റ്മെന്റ്. എഞ്ചിൻ വളരെ സജീവമല്ലാത്തപ്പോൾ പോലും സ്ഥിരതയുള്ളതായി ഉറപ്പാക്കുന്നു. ഇത് കൂടുതൽ കാലം നിലനിൽക്കാനും കൂടുതൽ റിലയബിൾ ആക്കാനും സഹായിക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്ത ശേഷം എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് സ്ലോ സ്പീഡിലും ഫാസ്റ്റ് സ്പീഡിലും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് പരിശോധിക്കുക. ഈ പരിശോധന ആവശ്യമായ എഫിഷ്യൻസിയുടെയും റിലയബിലിറ്റിയുടെയും സ്റ്റാൻഡേർഡുകളും നിലനിർത്തിക്കൊണ്ട് എഞ്ചിൻ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. വ്യത്യസ്ത സ്പീഡുകളിൽ നിരീക്ഷിച്ച് ഇത് തുടർന്ന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുക. ശ്രദ്ധിക്കുക, ഐഡിലിംഗ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ശ്രദ്ധിക്കണം ഐഡിലിംഗ് സ്പീഡ് ലോക്ക് നട്ട് ലോക്ക് പൊസിഷനിൽ ആയിരിക്കണം. എഞ്ചിൻ നിർത്താൻ ഓഫ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലിവർ ഉപയോഗിക്കുക. ഈ നേരായ ഘട്ടം സേഫും സ്മൂത്തുമായ ഷട്ട് ഡൗൺ ഉറപ്പാക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹൈ സ്പീഡ് സെറ്റിംഗിൽ എഞ്ചിൻ സ്മൂത്ത് ആയി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുക. മാനുഫാക്ചറോ മാനുവലോ റെക്കമെൻഡ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റുകളുമായി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഹൈ സ്പീഡ് ഓപ്പറേഷന്റെ ഈ ശ്രദ്ധാപൂർവമായ പരിശോധന എഞ്ചിന്റെ നല്ല പെർഫോമൻസിനായി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ഇത് കൂടുതൽ കാലം നിലനിൽക്കുകയും എഫിഷ്യന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് എഞ്ചിന്റെ ഐഡിലും ഹൈ സ്പീഡിലുള്ള പ്രവർത്തനം അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ മെക്കാനിക്കൽ ഗവർണർ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്ത എഞ്ചിന്റെ വേഗത ക്രമീകരിക്കാനും എഞ്ചിന്റെ ഉയർന്ന വേഗതയുള്ള പ്രവർത്തനം പരിശോധിക്കാനും നമ്മൾ പഠിച്ചു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. താങ്ക് യു.